കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ഞാൻ നിമിത്തം നിന്റെ ദിനങ്ങൾ പെരുകും, നിന്റെ ആയുസിനോട് കൂടുതൽ സംവത്സരങ്ങൾ ചേരും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവഭക്തിയാണ് ഈ ലോക ജീവിതത്തിൽ ആദ്യം നാം നേടേണ്ടത്. ജ്ഞാനത്തിന്റെ ഉറവിടം കടന്നു വരുന്നതും ദൈവഭക്തിയിൽ നിന്നുമാണ്. പരിശുദ്ധനായ ദൈവത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. ഈ ദൈവം നമ്മുടെ സമാധാനമാണെന്നും ഈ ദൈവത്തോടുള്ള ഭക്തി നമ്മുടെ ആയുസ്സിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുമെന്നും മരണത്തിന്റെ കെണികളിൽ നിന്നും രക്ഷപ്പെടുവാൻ നമ്മെ സഹായിക്കുന്നത് ഈ ദൈവമാണെന്നും നാം മനസ്സിലാക്കണം. സ്നേഹമുള്ളവരെ, കാൽവരി കുരിശിൽ യേശു ചിന്തിയ തിരുരക്തം നമ്മെ വീണ്ടെടുക്കുകയും ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നമ്മെ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നുവെന്നും നാം മനസ്സിലാക്കണം. എഫെസോസുകാർക്കെതിരെ ലേഖനം 1-ാം അധ്യായം 20 മുതലുള്ള തിരുവചനങ്ങൾ വ്യക്തമാക്കുന്നു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർക്കുകയും ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരിയായി പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു ഉപവിഷ്ടനായിരിക്കുന്നു. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം വ്യക്തമാക്കുന്നത്, പരിശുദ്ധനായവനെ അറിയുന്നതാണ് യഥാർത്ഥ അറിവ്. നമ്മുടെ ജീവിതയാത്രയിൽ തളരാതെ മുന്നോട്ട് നടത്തുന്നത് നമ്മുടെ കർത്താവായ യേശു മാത്രമാണ്. നമ്മുടെ ദുഃഖത്തിന്റെ വേളയിലും കഷ്ടത്തിലും അവിടുന്ന് നമ്മെ കരം പിടിച്ച് നടത്തും. നമുക്ക് പറയാം, നമ്മുടെ ദൈവം യേശു മാത്രം. യേശുവേ, അങ്ങ് ആരാധനയ്ക്ക് യോഗ്യൻ. പ്രയാണയാത്രയിൽ തളരാതെ നടത്തുവാൻ യേശുവല്ലാതാരുമില്ല. ആമേൻ. മറുപ്രയാണയാത്രയിൽ തളരാതെ നടത്തുവാൻ യേശുവല്ലാതാരുമില്ല. ദുഃഖത്തിൻ വേളയിൽ കഷ്ടത്തിൻ നാളതിൽ കാരം പിടിച്ചു നടത്തുമവൻ. ദുഃഖത്തിൻ വേളയിൽ കഷ്ടത്തിൻ നാളതിൽ കാരം പിടിച്ചു നടത്തുമവൻ. യേശു മാത്രം. ആമേൻ. കോഴി തന്റെ കുഞ്ഞിനെ ചെറുകൻ കീഴിൽ സംരക്ഷിക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് നമ്മെ ഇന്നും എന്നും സംരക്ഷിക്കും. അവിടുന്ന് ഒരിക്കലും നമ്മെ വഴിയിൽ വിട്ടിട്ട് കടന്നു പോവുകയില്ല. അവിടുന്ന് എല്ലായ്പ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം, എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ ദൈവം കർത്താവായ യേശുക്രിസ്തു. കോഴിതൻ കുഞ്ഞിനെ ചിറകിൻ കീഴ്ക്കാക്കുമ്പോൾ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കാതെ, കോഴിതൻ കുഞ്ഞിനെ ചിറകിൻ കീഴ്ക്കാക്കുമ്പോൾ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കാതെ, ചെന്നായി വരുമ്പോൾ തന്നുടെ ആടിനെ വഴിയിൽ വിട്ടിട്ട് പോകാത്തവൻ. ചെന്നായി വരുമ്പോൾ തന്നുടെ ആടിനെ വഴിയിൽ വിട്ടിട്ട് പോകാത്തവൻ. യേശു മാത്രം. യേശു മാത്രം. യേശു മാത്രം. യേശുവല്ലാതാരുമില്ല. യേശു മാത്രം. യേശു മാത്രം. യേശുവല്ലാതാരുമില്ല. ഇന്ന് നമ്മുടെ പെറ്റമ്മയും നമ്മുടെ സഹോദരരും നമ്മെ തള്ളിപ്പറഞ്ഞാലും ഒരിക്കലും നമ്മെ തള്ളിപ്പറയാത്ത ദൈവം കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അവിടുന്ന് നമ്മെ ചേർത്ത് നിർത്തും, നമ്മെ മാനിക്കും.
സഹോദര തള്ളി പറഞ്ഞാലും പെറ്റമ്മ പോലും മറന്നിടില്ല. ഓ എൻ്റെ യേശുവേ, കൂട്ടു സഹോദര തള്ളി പറഞ്ഞാലും പെറ്റമ്മ പോലും മറന്നിടില്ല. നിന്നെ നടത്തുവാൻ വാഗ്ദത്തം തന്നവൻ, വാക്കുമാറാത്തവൻ കൂടെയുണ്ട്. ഓ എൻ്റെ യേശുവേ, നിന്നെ നടത്തുവാൻ വാഗ്ദത്തം തന്നവൻ, വാക്കുമാറാത്തവൻ കൂടെയുണ്ട്. യേശു മാത്രം, യേശു യേശു മാത്രം. യേശുവല്ലാതെ ഓ യേശുവേ, അങ്ങേക്ക് മഹത്വം. യേശു മാത്രം, യേശു മാത്രം, യേശുവല്ലാതാരുമില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളിൽ നമ്മെ സഹായിക്കുന്ന കർത്താവിനോട് ചേർന്ന് നിന്ന് നമുക്ക് അവിടത്തെ ആരാധിക്കാം. കർത്താവ് നമ്മെ വഴി നടത്തും. നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ അവിടുന്ന് നമ്മെ സഹായിക്കും. നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. യേശു ഇന്നുമെന്നും നമ്മെ സഹായിക്കുന്ന ദൈവം. എരിയുന്ന വെയിലിലും പൊരിയുന്ന ചൂടിലും കാലുകൾ ഇടറാതെ നടത്തുമവൻ. ഹല്ലേലൂയ. എരിയുന്ന വെയിലിലും പൊരിയുന്ന ചൂടിലും കാലുകൾ ഇടറാതെ നടത്തുമവൻ. പ്രതികൂല നടുവിലും വീഴാതെ നിൽക്കുവാൻ ശക്തി തരുന്നവൻ യേശു മാത്രം. പ്രതികൂല നടുവിലും വീഴാതെ നിൽക്കുവാൻ ശക്തി തരും യേശു മാത്രം. യേശു മാത്രം. ഓ യേശുവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഹായിക്കുന്ന ഏക ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. യേശു മാത്രം, യേശു മാത്രം, യേശുവല്ലാതാരുമില്ല. പരപ്രയാണ യാത്രയിൽ തളരാതെ നടത്തുവാൻ യേശുവല്ലാതാരുമില്ല. മറുപ്രയാണ യാത്രയിൽ തളരാതെ നടത്തുവാൻ യേശുവല്ലാതാരുമില്ല. ദുഃഖത്തിൻ വേളയിൽ കഷ്ടത്തിൻ നാളതിൽ കരം പിടിച്ചു നടത്തുമവൻ. ദുഃഖത്തിൻ വേളയിൽ കഷ്ടത്തിൻ നാളതിൽ കരം പിടിച്ചു നടത്തുമവൻ. യേശു മാത്രം, യേശു മാത്രം, യേശുവല്ലാതെ. ഓ ഞങ്ങളെ വഴി നടത്തുന്ന കർത്താവേ, അങ്ങ് മാത്രം. ഞങ്ങളെ സഹായിക്കുന്ന യേശുവേ, അങ്ങ് മാത്രം. അങ്ങേക്ക് നന്ദി പറയുന്ന യേശു. യേശു മാത്രം, യേശു മാത്രം, യേശുവല്ലാതെ. കർത്താവായ യേശുവിൻ്റെ സമാധാനവും സന്തോഷവും അനുഗ്രഹവും ഇന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന സകലരിലും കടന്നു വരട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.